വോട്ട്. അത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകവുമാണ്. എല്ലാവരും വോട്ട് ചെയ്യണം. കാരണം അത് നമ്മുടെ മൗലിക ധർമ്മവുമാണ്. അത് മൗലിക ധർമ്മവുമാണ്. വിധി നിർണയം വിവേകപൂർവം വിരൽത്തുമ്പിലൂടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് സംശയ നിവാരണം നടത്തി തരുന്നതാണ്. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. സാറേ, ആരും വന്നില്ലല്ലോ. ആര് കടന്നു വരാൻ? ഇതിപ്പോഴേ ആദ്യകാലത്ത് ഈ മൂട്ടയുടെ മരുന്ന് വെക്കാൻ വന്നായിരുന്നു ഓട്ടോറിക്ഷയില്. മൂട്ട, പാറ്റ, കൊതുമ്പ്, എറുമ്പ്, കോഴിപ്പെന്നൊക്കെ അതേമാതിരി അപ്പൊ നമ്മൾ ഈ മയക്കെടുത്ത് കിടക്കും. ഒരു മനുഷ്യ ഈ പരിസരത്തേക്ക് വരുന്നില്ല. ആൾക്കാർക്ക് ഇപ്പൊ ഇലക്ഷൻ എന്നൊന്നും പറഞ്ഞ ഒരു താല്പര്യമില്ല. ആർക്കും സംശയമില്ലേ? സംശയം ഇല്ലാണ്ടല്ല, ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ആരപ്പോ സംശയം ചോദിക്കാം? സാറേ, എല്ലാം ആരും വന്നില്ല. നിങ്ങൾ 4 പേരും കൂടി ഒന്ന് ഇറന്ന് നിൽക്കാന്ന് ഷൂട്ട് ചെയ്യാം. എന്താ ഇത് കല്യാണോ? നമ്മുടെ വോട്ട് എടുത്തിട്ടൊന്നും കാര്യമില്ല. അത് ആൾക്കാർ മൂപ്പരെ പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിൽ തല്ലി ഏമിച്ച് വിട്ട മാതിരിയാ. പ്രസംഗിക്കാൻ അല്ല വല്ലതൊക്കെ കിട്ടണം അല്ലേ? അല്ലാണ്ട് പോകുന്നതൊന്നും ആരെങ്കിലും വരുവാ ശ്രദ്ധിക്കൂട്ടോ. അത് നോക്കണം. കുട്ടികളെങ്കിലും വിളിച്ചോന്ന് പറഞ്ഞു. അമ്മൂമ്മക്ക് സംശയം അയ്യോ, ഇവിടെ വോട്ടില്ല. ഇല്ല. ആകെ കൂടി ഒരാൾ വന്ന ആൾക്ക് വോട്ടില്ല. അതെയോ? ശ്രീധരൻ മിനി അമ്മക്ക് എവിടെ വോട്ടല്ലേ? ഇലക്ട്രോണിക് മെഷീനിൽ വോട്ട് ചെയ്യാൻ അറിയാമോ? ഇലക്ട്രോണിക് മെഷീനിൽ വോട്ട് ചെയ്യാൻ അറിയാമോ? അല്ല, ഞാൻ വോട്ട് ചെയ്യാൻ പോയിട്ടില്ലല്ലോ, എന്നെ വിടില്ല. എനിക്ക് വോട്ട് ചെയ്യാതിരിക്കരുത്. വോട്ട് ചെയ്യാതിരിക്കട്ടോ. നമ്മുടെ മൗലിക അവകാശമാണ് വോട്ട് എന്ന് പറഞ്ഞാൽ. ഇത്തവണ ഞങ്ങള് പറഞ്ഞല്ലേ പോയി ചെയ്യണേ കേട്ടോ. അപ്പൊ ശരി, എന്നാ അമ്മ പൊക്കോ. ഇതിലേ പോവാൻ ഒരു കുഴപ്പമില്ല. നന്നായിരുന്നു. നിങ്ങൾ പുറകെ പോയി നിന്നാ ഞങ്ങളുടെ ഫേസ് അങ്ങനെ കിട്ടും. ആകെപ്പാടെ കഷ്ടമാണല്ലോ. നിങ്ങൾ എന്താണ് ഇവരെ ഫേസ് കിട്ടാനാ? നിങ്ങളിപ്പോ ഇവിടെ അഭിനയിക്കാൻ വന്നേക്ക. നല്ല കാര്യമുണ്ടാ പോണ തിരക്കില് പോണ ആൾക്കാരുടെ അടുത്തേ. സാറേ, ഇയാൾ എന്തിനാണോ ഈ വരണവരെയും പോണവരെയും മുഴുവൻ വീഡിയോ എടുത്തോണ്ട് നിൽക്കുന്നത്? നമ്മൾ ടെലിഫിലിം പിടിക്കാൻ വേണ്ടി ഒന്നൊന്നുമല്ലല്ലോ. സാറല്ലേ പറഞ്ഞത് ഒന്നും കളയരുത്, കവർ ചെയ്യണമെന്ന്. ഇനി പറയും, അപ്പൊ കവർ ചെയ്താൽ മതി. അവിടെ മാറി ഇവിടെ വെച്ചോ. അവിടെ എവിടെയെങ്കിലും വെച്ചോടോ. ഒരാൾ വരുന്നുണ്ട്. അയാൾക്ക് എന്തോ സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചേട്ടാ, എന്തെങ്കിലും സംശയം ഉണ്ടോ? എനിക്ക് ചെറിയ സംശയം. സാറേ, ഷൂട്ട് ചെയ്യാനത്. ഷൂട്ട് ചെയ്യണ്ടോ പറയാന്ന് പറഞ്ഞില്ലേ? അതെ, എന്താ സംശയം? അതെ, ഈ ആട്ടിറച്ചി 1 കിലോയ്ക്ക് 500 രൂപ, പോത്തിറച്ചിക്ക് അത് 300 രൂപ. ഇത് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് സാറേ? ഞാൻ വെജിറ്റേറിയനാണ്, ഞാൻ രണ്ടും കഴിക്കലില്ല. ചോദിച്ചു നോക്ക്. ചേട്ടാ, ഞങ്ങൾ അതല്ല ചോദിച്ചത്. ചേട്ടനെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് ഇല്ലേ, അതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? അതറിയണം. എന്താ സംശയം? അതായത് ഒരാളെ വോട്ടിംഗ് മെഷീനില്ലേ, അതിൽ തന്നെ ഒരാൾക്ക് 2 പ്രാവശ്യം ചെയ്യാൻ പറ്റുമോ? ഒരാൾക്ക് ഒരു വോട്ടിംഗ് മെഷീനിൽ 2 തവണ വോട്ട് ചെയ്യാൻ പറ്റുമെന്നാ? എന്തിനു 2 തവണ വോട്ട് ചെയ്യണോ? 1 തവണ ചെയ്താ പോരെ? ചേട്ടന് വേറെ വല്ല സംശയം ഉണ്ടോ? വേറെ ഒന്നുമില്ല. എന്നാ പിന്നെ പൊക്കോ. ശരി. ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെയോ വഴി തെറ്റി വരുന്ന ആളാണ്. എറിച്ചണ വിലയൊക്കെ ചോദിക്കുന്നത് നമ്മൾ.
ഞാൻ വിചാരിച്ചപ്പോ ഈ വണ്ടി കണ്ടിട്ട് ഇനിയിപ്പോ മാർക്കറ്റാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. വെജിറ്റേറിയൻ എന്ന് പറഞ്ഞത് അല്ല പിന്നെ ഈ ജാതി ആൾക്കാരുടെ രക്ഷപ്പെടണ്ടേ? ഇന്നലെ കൂടി ബിരിയാണി മൂക്കൂട്ടത്തിന് അല്ലാണ്ട് പിന്നെ അല്ല ഒരു കണക്കിന് നമ്മൾ ഭാഗ്യവാന്മാരാ സാറേ. അല്ല ആരും ഇല്ലാത്ത സ്ഥലത്ത് വന്നിട്ട് ഇതേപോലെ ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ട് വെറുതെക്കാലോ. സാറേ ആൾക്കാരെ കുത്തും ജാതി വർത്താനൊന്നും പറയില്ല കേട്ടോ. ഡ്യൂട്ടിയാണ് നമ്മുടെ. എന്തായാലും ഇവിടെ മതി വെച്ച ഇവിടുന്ന് പോവാ.